വരാൻ പോകുന്ന കേരള തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു മാൽ പ്രാക്ടീസസ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. എസ്പെഷ്യലി 2024 തൃശ്ശൂർ അനുഭവത്തിന് ശേഷം ഉറപ്പായും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ മാൽ പ്രാക്ടീസ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദിവ്യ ഒരു കാര്യം, ദിവ്യയുടെ ബൂത്തിൽ വോട്ടർ പട്ടിക എടുത്തിട്ട് ചുമ്മാ വായിച്ചു നോക്കുക. ദിവ്യയുടെ ബൂത്ത് എവിടെയാണ്? കണ്ണൂർ. കണ്ണൂർ തളിപ്പറമ്പിൽ ദിവ്യയുടെ ബൂത്തിൽ ഉറപ്പായിട്ടും ദിവ്യയുടെ ബൂത്തിൽ 1000 പേരുണ്ടെങ്കിൽ ഒരു 500 പേരെങ്കിലും ദിവ്യയ്ക്ക് മുഖപരിചയം ഉണ്ടാവും. ആ ബൂത്തിൽ ഉണ്ടാവണം നിർബന്ധമല്ല. അത് എത്ര പേരെ അറിയാൻ പറ്റുമെന്ന് നോക്കുക. ഇന്നയാളെ ഞാൻ അറിയോ? എനിക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല. പലതിലും അഡ്രസ്സ് ഇല്ലാത്ത ആളുകളൊക്കെ അതിലുണ്ട്. ഇത് നോക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ സമയത്ത് ഇത് നോക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളാണ്, മാധ്യമങ്ങളല്ല നോക്കേണ്ടത്. അതത് ബൂത്തുകളിലെ ബൂത്ത് ഏജന്റുമാരൊക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികൾ പഠിച്ചിരിക്കുന്ന വോട്ടർമാരുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. കാരണം ഇപ്പോൾ വോട്ട് ചേർത്തുകൊണ്ട് ഇനിയും ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും തെരഞ്ഞെടുപ്പ് ചേർക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ മാധ്യമങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നാണ് പരകാല പ്രഭാകർ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ചെയ്യേണ്ട പണിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന പോൾ പെർസെൻറ്റേജ് കൃത്യമാണോ? അത്ര ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്, എത്ര വോട്ടർമാർ മൊത്തമുണ്ട്, ഒരു അസംബ്ലി മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ട്, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പോൾ പെർസെൻറ്റേജ് അനുസരിച്ച് എത്ര പേര് വോട്ട് ചെയ്തു, അവസാനത്തെ കണക്ക് എത്രയാണ്, ഇത് കൃത്യമായി നമ്മൾ ട്രാക്ക് ചെയ്യണം. മാധ്യമങ്ങൾ ട്രാക്ക് ചെയ്താൽ മാത്രമേ അതുകൊണ്ടൊന്നും തെളിയുള്ളൂ. ഇതല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞിട്ട് ഏതെങ്കിലും കേരളത്തിലെ പരകാല പ്രഭാകർ വന്നിട്ട് പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമലർത്തും. അപ്പോഴേക്കും വേറൊരു സർക്കാർ അധികാരത്തിൽ ഉണ്ടാവും, BJPക്ക് 3-4 MLA മാരൊക്കെ ഉണ്ടാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്.